ഇന്ന് എണ്ണമാങ്ങയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരല്പം ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. 2 ചനച്ച മാങ്ങ എടുത്തിരിക്കുന്നത്. ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ സിന്ദൂരം മാങ്ങയാണ്. ഈ റെസിപ്പിയിൽ ചെയ്യുമ്പോൾ ചനച്ച മാങ്ങയാണ് നല്ലത്. ഇനി ഇതൊന്ന് കഴുകി നല്ലതുപോലെ തുടച്ചെടുക്കാം. കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന മാങ്ങയാണിത്. ഇനി ഇത് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കണം. തീരെ തിന്നാകാനും പാടില്ല, എന്നാൽ കട്ടി കൂടാനും പാടില്ല. ചെറിയൊരു തിക്നെസ്സിലാണ് സ്ലൈസ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കുറച്ചിട്ട് കൊടുക്കാം. 2 ബാച്ചസ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി ആ മാങ്ങ നല്ലതുപോലെ വാട്ടിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ മാങ്ങയുടെ പുളിയും കുറച്ച് കുറയും. നല്ലതുപോലെ വാടിക്കഴിഞ്ഞ് ഇത് ക്രിസ്പ് ആകാൻ തുടങ്ങും. ഇമ്മീഡിയറ്റ്ലി ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം എണ്ണയിൽ നിന്നും എടുത്തു മാറ്റണം. ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ അത് വല്ലാതെ മൊരിഞ്ഞു പോകും. നമുക്ക് ക്രിസ്പായി തുടങ്ങുന്ന മാങ്ങയാണ് വേണ്ടത്. നല്ലതുപോലെ വേവിച്ച വെളുത്ത ചോറും തീരെ പുളിയില്ലാത്ത കട്ടത്തൈരും പിന്നെ എണ്ണമാങ്ങയും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിനോടൊപ്പം കഴിക്കുന്നത് തൈര് സാദമാണ്. തൈര് സാദവും പപ്പടവും ഈ എണ്ണമാങ്ങയും നല്ലൊരു കോമ്പിനേഷനാണ്. എൻ്റെ പൊന്നോ, എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ. ഈ റെസിപ്പിയിൽ എണ്ണമാങ്ങ ഉണ്ടാക്കി ഞാൻ പറഞ്ഞ കോമ്പിനേഷൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത ബാച്ചും ഞാൻ നല്ലതുപോലെ വാട്ടിയെടുക്കുകയാണ്. ചെറുതായി ക്രിസ്പായി തുടങ്ങിയപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം എണ്ണയിൽ നിന്നും എടുത്തു മാറ്റുകയാണ്. ഇത് വാട്ടിയെടുക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് കരുതി മാറിപ്പോകരുത്. അത് പെട്ടെന്ന് മൂത്തുപോകും. കൂടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. ഇതേമാതിരി ഇരിക്കും. ഇനി മറ്റൊരു പാൻ ചൂടാക്കി എടുക്കുകയാണ്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം സിമ്മർ ചെയ്യണം. അതിനുശേഷം ക്രഷ് ചില്ലി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് എരിവുള്ള മുളക് ക്രഷ് ചെയ്തതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയാൽ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പാകത്തിന് മൂത്ത് ഈ മുളകാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, കടുക് ചതച്ചത്, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇത്രയുമാണ് ഇട്ടുകൊടുക്കുന്നത്. കായപ്പൊടി ഒരുപാട് വാരിയിടരുത്. പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം അരപ്പൊന്ന് മിക്സ് ചെയ്യണം. ഇനി വാട്ടി വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം മാങ്ങയും അരപ്പും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. വേണമെങ്കിൽ കുക്കിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. പക്ഷേ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്താൽ മാത്രമേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അത് എന്താണെന്നല്ലേ? ശർക്കരപ്പൊടി. 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ചുകൂടി ഇടാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിനോടൊപ്പം കഴിക്കാൻ നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഇതിനോടൊപ്പം തൈര് സാദമാണ് കഴിച്ചത്. അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ കാണിച്ചു തരാം. തൈര് സാദത്തിൻ്റെ റെസിപ്പി ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാം. എണ്ണമാങ്ങ റെഡിയായി കഴിഞ്ഞു. ഞാൻ കഴിച്ച കോമ്പിനേഷൻ ഇതാണ്. തൈര് സാദം, എണ്ണമാങ്ങ, പപ്പടം, സ്വീറ്റ് ആൻഡ് സോർ, ലൈം പിക്കിൾ.